പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 12-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ ആരാധന അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽക്കുവാൻ കർത്താവ് കൃപ തന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തു യേശുവിൽ നമ്മളെ അത്ഭുതകരമായി, അതിശയകരമായി, ശ്രേഷ്ഠമായി നടത്തുന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് സർവശക്തൻ, കർത്താവ് മതിയായവൻ, നമ്മുടെ സകല ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്ന നല്ല കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനൊന്ന് നന്ദി പറഞ്ഞ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സകലത്തിലും ബുദ്ധി പറഞ്ഞു തരും, സകലത്തിലും ശക്തി തരും. ആമേൻ. നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ ആത്മാവിന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നല്ലോ. സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ടല്ലോ, അതിന്മേലൊക്കെയും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗാവസ്ഥകളും നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് ആമേൻ ഉദര സംബന്ധമായ രോഗങ്ങളുടെ മേൽ ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉദര സംബന്ധമായ രോഗങ്ങൾ, വയറിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ, വയറിനകത്തുള്ള ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യം നടക്കട്ടെ. കുഞ്ഞുങ്ങളുടെ വയറ്റിലെ അസ്വസ്ഥതകൾ മാറട്ടെ. പ്രായമുള്ളവരുടെ വയറ്റിലെ അസ്വസ്ഥതകൾ മാറട്ടെ. വയറിനകത്ത് ദൈവിക അത്ഭുതം, കുടലിനകത്തും അതുപോലെ തന്നെ ആമേൻ ആമേൻ ദിവസങ്ങളായി, നാളുകളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഉദരത്തിനകത്തെ രോഗത്താൽ നാളുകളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. ദൈവപ്രവൃത്തി നടന്നിരിക്കുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഈ പ്രഭാതത്തിൽ കർത്താവെ, നാളുകളായി വീൽ ചെയറുകളിൽ നടക്കുന്നവർ, ആമേൻ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവരുടെ കാലുകൾക്ക് ബലമുണ്ടാകട്ടെ. നട്ടല് സംബന്ധമായ രോഗങ്ങളുടെ മേൽ ദൈവിക അത്ഭുതം നൽകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേൽക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓർമ്മക്കുറവിനാൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഓർമ്മക്കുറവ് മാറി അവർ സ്വസ്ഥമാകട്ടെ. അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിടുന്ന കുടുംബങ്ങളുണ്ട്. ആമേൻ, ഈ മാസം ഇതുവരെ റെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ, ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിക്കുക കർത്താവേ. അതുപോലെ മറ്റു ഭാരങ്ങളാൽ, പ്രയാസങ്ങളാൽ കഴിയുന്ന എല്ലാവരെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ നിറവുള്ള കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. ഇന്നലെ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായി തീരട്ടെ. അവരുടെ പഠന കാര്യങ്ങളിൽ, അവരുടെ ഉത്തരവാദിത്തങ്ങളിലെല്ലാം കർത്താവിൻ്റെ പ്രത്യേക കെയർ ഉണ്ടാകുന്നതിനായി സ്തോത്രം ചെയ്തു. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാട് നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് നാളത്തെ സഭായോഗങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപ വ്യാപരിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ആമേൻ എല്ലാ ഇടങ്ങളിലും കുടുംബത്തിനകത്തൊക്കെയും കർത്താവിൻ്റെ പ്രത്യേക ഫേവർ ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ആമേൻ അടുത്ത ലൈവ് മീറ്റിംഗ് ഉണ്ടാകും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, അതിൽ പങ്കെടുക്കണം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ആമേൻ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പോകാം. യോഹന്നാൻ്റെ ലേഖനം എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ പറയുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. എങ്ങനെ അനുകരിക്കണം? പ്രിയ മക്കൾ എന്ന പോലെ അനുകരിപ്പാനും പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. പ്രിയ മക്കൾ എന്ന പോലെ അനുകരിക്കാൻ പറയും. നമുക്ക് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആലോചന ഇതാ. മക്കളുണ്ട്, പ്രിയ മക്കളുണ്ട്. ഒരു വീട്ടിൽ ഒരപ്പന് 4 മക്കളുണ്ടെങ്കിൽ ഈ 4 മക്കളിൽ ചില മക്കൾ ചിലപ്പോൾ ഒരുവനായിരിക്കാം, ചിലപ്പോൾ 2 പേരായിരിക്കും അപ്പന് പ്രിയപ്പെട്ടവരായിരിക്കും. എന്ന് വെച്ചാൽ ആ പൊസിഷനിൽ അവരെല്ലാം മക്കളാണ്, 4 പേരും അവരുടെ മക്കളാണ്. എങ്കിൽ 1-2 മക്കൾ ഈ അപ്പൻ്റെ അമ്മയുടെ അത് വലിയ ഇഷ്ടം, അവരുടെ ഭയങ്കര പ്രിയപ്പെട്ടവരായിരിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അവരപ്പനും അമ്മയ്ക്കും വളരെ പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവർ പ്രിയ മക്കളായിത്തീരും. ഇതുപോലെ വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവ പൈതലും പൊസിഷനിലി പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളാണ്. ഞാനും ഈ പറയുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനത്തിൽ പ്രകാരം വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറി. നമ്മൾ എന്തായി മാറി? നമ്മൾ പൊസിഷനിലി ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ പരിശുദ്ധന്മാർ ഇവിടെ ഓർപ്പിക്കുക, പ്രിയ മക്കളാകുമ്പോൾ ബ്ലെസ്സിങ്സിനകത്ത് വ്യത്യാസം ഉണ്ടാകും. നമ്മളെല്ലാം മക്കളാണ്, പക്ഷേ പ്രിയ മക്കളുടെ മേലുള്ള അനുഗ്രഹം വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ആ ഫാമിലി ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യത്യാസമായിരിക്കും. കാരണം അപ്പനും ഭയങ്കര സ്നേഹം അവരോട്. എങ്ങനെയാണ് നമുക്ക് പ്രിയ മക്കളാകാൻ പറ്റുന്നത്? ഇപ്പോൾ ലോകപ്രകാരം നോക്കിയാൽ ഒരു വീട്ടിലെ 4 മക്കളിൽ ചിലരെങ്ങനെയാണ് പ്രിയപ്പെട്ട മക്കളായിത്തീരുന്നത്? അവർ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ, അപ്പൻ പറയുന്നത് അതുപോലെ കേൾക്കുമ്പോൾ, അപ്പൻ പറയുന്നത് അതുപോലെ അനുസരിക്കുമ്പോൾ, അപ്പന് ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെന്തായി മാറും? പ്രിയ മക്കളായി മാറും. ഇതുപോലെ വേദപുസ്തകം പറയുന്നു, നിങ്ങളും പ്രിയ മക്കളെന്ന പോലെ. എങ്ങനെ പ്രിയ മക്കളാണെന്ന്? അപ്പൻ്റെ ഇഷ്ടം ചെയ്യണം, അപ്പൻ്റെ ആഗ്രഹപ്രകാരം നിൽക്കണം, അപ്പൻ്റെ സ്വഭാവത്തെ അതുപോലെ ഈ ഭൂമിയിൽ അനുകരിപ്പാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൻ്റെ ദീർഘക്ഷമ, അപ്പൻ്റെ സ്നേഹം, അപ്പൻ്റെ സഹിഷ്ണുത, അപ്പൻ്റെ ആ വാത്സല്യമൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളിലൂടെ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ അപ്പൻ്റെ പ്രിയ മക്കളായിത്തീരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും ആരായി മാറാൻ ആഗ്രഹിക്കണം? പ്രിയ മക്കളാണ്. ഒറ്റയടിക്ക് നമുക്ക് ആർക്കും പ്രിയ മക്കളാകാൻ പറ്റത്തില്ല. ഗ്രാജുവലി നമ്മൾ ചിന്തിക്കണം, കർത്താവേ, ഞാൻ അങ്ങേക്ക് പ്രസാദമുള്ളതാണോ ചെയ്യുന്നത്? അങ്ങേക്ക് ഇഷ്ടമാണോ ഞാനിത് ചെയ്യുന്നത്? കാണുമ്പോൾ അങ്ങേക്ക് സന്തോഷമാണോ? ഇത് നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് നമ്മൾ പ്രിയ മക്കളായി തീരുന്നത്. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം